ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരുപാട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാൻ പോവുകയാണ്. കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ഉണ്ടായിരിക്കും, നല്ല ഡ്രസ്, നൈസ് ബൈക്ക്, ബസ്. ഹോണസ്റ്റി പറയട്ടെ, സമൂഹത്തിൽ നമുക്ക് ആർക്കും ഒരു റെസ്പെക്ട് കിട്ടില്ല. ചിലരുടെ കണ്ണിൽ നമ്മൾ ജസ്റ്റ് നോർമൽ കൈ മാത്രമായിരിക്കും. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ അബ്രോഡിൽ പലപ്പോഴും നിലം കഴുകും, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും, കടും ജോലി തന്നെയാണ്. ഒരുപാട് പേർ ചോദിക്കും ഇതാണോ ലൈഫ് എന്ന്. പക്ഷെ ഇവിടെ നമ്മളാരും താഴ്ന്നവനെ കാണുന്നില്ല. ഓരോ ദിവസം ആരെങ്കിലും പറയും താങ്ക്സ് ഫോർ ഹാർഡ് വർക്ക്. അതാണ് നമ്മുടെ മോട്ടിവേഷൻ. ജോബ് സ്മോൾ അല്ല ഫ്രണ്ട്സ്, റെസ്പെക്റ്റ് ആണ് എല്ലാം. നാട്ടിൽ കംഫർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെയാണ് എനിക്ക് ഡിഗ്നിറ്റി കിട്ടിയത്. നാട്ടിൽ ചെയ്യുന്ന സെയിം ജോലിയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്, പക്ഷെ നമുക്ക് ഇവിടെ റെസ്പെക്റ്റ് ഉണ്ട്, നാട്ടിൽ റെസ്പെക്റ്റ് ഇല്ല. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ എല്ലാ ആഴ്ചയും നമുക്ക് കിട്ടുന്ന ശമ്പളവും ആഴ്ചയിൽ എങ്ങനെ നോക്കിയാലും നമുക്കൊരു നല്ലൊരു എമൗണ്ട് അക്കൗണ്ടിൽ വരും. നാട്ടിൽ കേട്ടിട്ടില്ലാത്ത ഒരു വാക്ക്, താങ്ക് യു ഫോർ ഹാർഡ് വർക്ക്. ഇവിടെ ഓരോ ദിവസവും കേൾക്കുന്നു. ഇതാണ് നമുക്ക് ജോലി ചെയ്യാനുള്ള ഓരോ മോട്ടിവേഷനും. എത്രത്തോളം നമ്മൾ നമ്മുടെ നല്ല വാക്കുകൾ കേൾക്കുന്നു, അത്രത്തോളം നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. ദാറ്റ്സ് അബ്രോഡ്. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ജോബ് വലുതോ ചെറുതോ അല്ല, നമ്മൾ എങ്ങനെ കാണുന്നു എന്നതാണ് ലൈഫ്. ഇവിടെ എനിക്ക് മണി മാത്രമല്ല, ഡിഗ്നിറ്റി പ്ലസ് റെസ്പെക്റ്റ് ആണ് കിട്ടിയത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വർക്കിനോട് പറയൂ താങ്ക് യു എന്ന്. അത് അവരുടെ ജീവൻ തന്നെ മാറ്റും. ഫ്രണ്ട്സ്, മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ജോബ് ടൈറ്റിൽ അല്ല, മനുഷ്യരെ കാണുന്ന കണ്ണുകളാണ്. നാട്ടിൽ കംഫർട്ട് ഉണ്ടായിരുന്നു, അബ്രോഡിൽ കഷ്ടപ്പാടാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഡിഗ്നിറ്റി ഉണ്ട്, എല്ലാ ജോലിക്കും വിലയുമുണ്ട്. ക്ലീനർ ആണെങ്കിലും ഷെഫ് ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും റെസ്പെക്ട് തന്നെയാണ് റിയൽ സ്റ്റോറി. ഓരോ ദിവസവും നിങ്ങൾ ഒരാളോട് പറയുന്ന താങ്ക് യു ആരുടെയെങ്കിലും ലൈഫ് മാറ്റിയാലോ. സോ സേ ടു എവരി വൺ, താങ്ക്സ് ഫോർ യുവർ ഹാർഡ് വർക്ക്. ദിസ് സ്റ്റോറി ഇസ് വെരി സിമ്പിൾ. ജോബ് കൊണ്ട് ഒരാളെ വിലയിരുത്തരുത്, മനുഷ്യനെ കാണണം. കേരളത്തിൽ എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷെ ബഹുമാനമില്ലായിരുന്നു. ഇവിടെ കഷ്ടപ്പാടുണ്ട്, പക്ഷെ ഡിഗ്നിറ്റി ഉണ്ട്. അതാണ് എൻ്റെ യഥാർത്ഥ വിജയം. ഓരോ ജോലിക്കും വിലയുണ്ട്, ഓരോ മനുഷ്യനും വിലയുണ്ട്. റെസ്പെക്ട് എവറി ജോബ്.